Meet the editors. വനിതാ സംവരണം എന്നത് കേന്ദ്ര തന്ത്രമോ എന്നതാണ് ചോദ്യം. ആദ്യം പി ആർ സുനിലേക്കാണ്. സുനിൽ, നാളെ ബിൽ പാർലമെന്റിലേക്ക് എത്തുകയാണ്. അത് നിയമമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? കാരണം ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾ കൂടി പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ അത്ര എളുപ്പമല്ല. ഇത് ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസ്സാകണമെങ്കിൽ 2/3 ഭൂരിപക്ഷം വേണം. സർക്കാരിന് നിലവിൽ 2/3 ഭൂരിപക്ഷം ഇല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അപ്പോൾ 2/3 ഭൂരിപക്ഷം ഇല്ലാതിരിക്കെ ഇങ്ങനെയൊരു ഭരണഘടനാ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? വളരെ വ്യക്തമാണ്. ഇതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വനിതാ സംവരണ ബില്ല് നടപ്പാക്കാൻ ഇത് മാത്രമാണ് വഴി എന്നതാണ്. വനിതാ സംവരണ ബില്ല് എന്നതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പുതിയ മണ്ഡല പുനർനിർണയം എന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എവിടെ തൊട്ടാലും കൈമുറിയും, എവിടെ തൊട്ടാലും മുറിയുന്ന അവസ്ഥയാണ്. ഈ ബില്ലിനെ എതിർത്താൽ നിങ്ങൾ വനിതാ സംവരണത്തെ എതിർത്തു എന്ന് പറയും. ഈ ബില്ലിനെ അനുകൂലിച്ചാൽ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ അപകടം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ചെറുതല്ല, അത് വളരെ വലുതാണ്. ഏതാണ്ട് 850 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മണ്ഡല പുനർനിർണയം കൂടി വരുമ്പോൾ BJPക്ക് അനുകൂലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ മണ്ഡലങ്ങളുടെ പുനഃസംഘടന ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ BJPക്ക് അനുകൂലമായി മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കുകയും വലിയ നമ്പറിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കൂടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? കേന്ദ്രത്തിലൊരു അധികാരമാറ്റം എന്നത് ഇനി എത്ര കാലം ചോദ്യചിഹ്നമായി തുടരും എന്ന കാര്യം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള വലിയൊരു പ്ലാനാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതായാലും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്നത്. അപ്പോൾ നാളെ ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അറിയാം ഈ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാകാൻ പോകുന്നില്ല എന്നത്. പാർലമെൻറ്റിൽ പാസ്സാകാൻ പോകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഇന്ന് പാർലമെൻറ്റിൽ നമുക്കറിയാലോ 290 താഴെ ഭൂരിപക്ഷം മാത്രമേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. 272 ആണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 290 താഴെ അംഗങ്ങളുടെ പിൻബലം മാത്രമാണ് നരേന്ദ്രമോദി സർക്കാരിന് ലോക്സഭയിലുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 2/3 ഭൂരിപക്ഷം ഈ ബില്ല് പാസ്സാക്കാൻ ഉറപ്പാക്കണമെങ്കിൽ മിനിമം 362 അംഗങ്ങളുടെ പിന്തുണ വേണം. 362 അംഗങ്ങളുടെ. ഇനിയിപ്പോൾ BJPയുടെ സമ്മർദ്ദത്തിൽ ചെറുപാർട്ടികളൊക്കെ തന്നെ മാറി നിന്നാൽ അംഗബലം സഭയിലുള്ള അംഗങ്ങളുടെ എണ്ണം കണക്കാക്കി ഭൂരിപക്ഷം തീരുമാനിച്ചാൽ പോലും, കേവല ഭൂരിപക്ഷം തീരുമാനിച്ചാൽ, ഈ 3/2 ഭൂരിപക്ഷം തീരുമാനിച്ചാൽ പോലും എണ്ണം തയ്ക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് സാധിക്കില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ ഈ ബില്ല് പാർലമെന്റിന്റെ ഇരു സഭകളും കടക്കാൻ പോകുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഈ ഇരുതല മൂർച്ചയുള്ള വാളെന്ന് പറയുമ്പോൾ ഈ വനിതാ സംവരണത്തെ എതിർത്തു എന്ന ചീത്തപ്പേര് വരുമെന്നുള്ളതല്ലേ ഭയക്കുന്നത്? എത്ര കാലമായി ഈ UPയുടെ കാലത്തും ഒരുപാട് അനുഭവിച്ചാണല്ലോ. അനുഭവിച്ചതെന്ന് വെച്ചാൽ അത് കൊണ്ടുവരികയും അതിനകത്ത് തന്നെ എതിർപ്പുണ്ടാവുകയും നടപ്പാകാതിരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി അത് സംഭവിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? വനിതാ സംവരണ ബില്ല് നടപ്പാക്കാൻ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് യാതൊരു പ്രയാസവുമില്ല. അതിന് ഇപ്പോൾ ഇതായിരുന്നില്ല മാർഗം എന്നുള്ളതാണ്. ഇപ്പോൾ 29-ാം തീയതി കഴിഞ്ഞിട്ട് ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നതിന് തടസ്സമൊന്നും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. 2025 കൊണ്ടുവന്നതല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഈ 29 എന്ന് പറയുന്നത് അവസാന വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം എന്നതാണ്. പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നടക്കുന്നത്. വനിതാ സംവരണ ബില്ല് നടപ്പാക്കാൻ ഇതല്ല എന്ന മാർഗം എന്താണ്? നോക്കൂ, ഈ വനിതാ സംവരണ ബില്ല് നടപ്പാക്കും എന്ന് പറഞ്ഞ് ഈ മണ്ഡല പുനർനിർണയത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ മാനദണ്ഡം 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ 2026 സെൻസസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭരണഘടനയിൽ പറയുന്നത് ഓരോ മണ്ഡല പുനർനിർണയവും അതത് സമയങ്ങളിൽ നടത്തുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്നുള്ളതാണ്. അങ്ങനെയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം മണ്ഡല പുനർനിർണയം നടത്തി വന്നിരുന്നത്. പക്ഷേ 90കളിലായപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ വ്യത്യാസമുണ്ടായ സാഹചര്യത്തിലാണ് ഇനി മണ്ഡല പുനർനിർണയം തൽക്കാലത്തേക്ക് വേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. എനിക്ക് തോന്നുന്നു വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശേഷം ഇന്ദിരാഗാന്ധി 70കളിൽ ഇന്ദിരാഗാന്ധിയാണ് ആ തീരുമാനം എടുക്കുന്നത്. കാരണം പോപ്പുലേഷൻ നിയന്ത്രിക്കാനുള്ള നടപടികളുടെ പശ്ചാത്തലത്തിൽ. പിന്നീട് വാജ്പേയി വന്നപ്പോൾ അദ്ദേഹവും അത് തുടർന്നു പോവുകയാണ്. അങ്ങനെയാണ് 50 വർഷം പിന്നിടുന്നത്. ഇപ്പോൾ അത് മോദി സർക്കാർ മാറ്റാൻ. അപ്പോൾ ആ ഒരു തീരുമാനം ഇപ്പോൾ മാറ്റിക്കൊണ്ട് മണ്ഡല പുനർനിർണയം നിശ്ചയിക്കുമ്പോൾ 2026 സെൻസസ് തീരുമാനിച്ച് നടപ്പാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പരിഗണിക്കുന്നത് 2011 സെൻസസ് ആണ്. ആ നിലയിൽ പോലും ഭരണഘടനയെ ഹൈജാക്ക് ചെയ്തുകൊണ്ടുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാർ ഇവിടെ നടത്തുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുതല മൂർച്ചയുള്ള
പിന്നിലുള്ള വാൾ എന്ന് പറയുന്നത് വനിതാ സംവരണത്തെ എതിർക്കുന്നു എന്ന പേരിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഈ ഒരു തീരുമാനത്തിലൂടെ, പ്രതിപക്ഷം എതിർത്തു എന്നുള്ള തീരുമാനത്തിലൂടെ കേന്ദ്ര സർക്കാരിന് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയും. ഒരുപക്ഷെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ തന്നെ അതൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാക്കി BJPക്ക് വളർത്തിക്കൊണ്ടുവരാൻ മാറ്റാൻ സാധിക്കും. രണ്ടാമത്തേത്, ഒരുപക്ഷെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ചില പാർട്ടികളെയൊക്കെ തന്നെ ഒപ്പം നിർത്തുകയോ അതല്ല എങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അംഗബലം ഉറപ്പിക്കാനുള്ളൊരു നീക്കവും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിലുണ്ടാകുമോ എന്ന കാര്യം നമുക്കിപ്പോഴും വ്യക്തമല്ല. ഇപ്പോൾ മായാവതി പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലെ തന്നെ മീരാകുമാറിനെ പോലുള്ള നേതാക്കൾ വന്നിട്ടുണ്ട്. മുൻ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിനെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏതൊക്കെ പാർട്ടികൾ ഈ വിഷയത്തിൽ നിലപാടെടുക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമുക്കറിയാലോ, നേരത്തെ UPA സർക്കാർ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നപ്പോൾ അന്ന് ശക്തമായി എതിർത്ത പാർട്ടികളായിരുന്നു സമാജ്വാദി പാർട്ടി, RJD ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെ. അപ്പോൾ അത് ഇപ്പോഴും ഈ വനിതാ സംവരണം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അത്രയും വനിതകൾക്ക് സീറ്റ് നൽകുമോ എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ അത് നൽകാം, ഒരു തടസ്സവുമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അത് നൽകാൻ തയ്യാറില്ല എന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. സംവരണം, അതായത് രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് വിജയിക്കുക എന്നൊരു ഘടകമാണ്. ഇപ്പം സംവരണ സീറ്റായി അത് പരിഗണിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ബില്ല് പരിശോധിച്ചാൽ സംവരണ സീറ്റായി അത് പരിഗണിക്കണം എന്ന് പറയുന്നില്ല. 33% സംവരണം എന്നേ പറയുന്നു, സംവരണം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. റൊട്ടേഷൻ വ്യവസ്ഥ അനുസരിച്ച് നടപ്പിലാക്കും 15 വർഷത്തേക്കെന്ന് പറയുന്നില്ലേ ഓരോ മണ്ഡലങ്ങളും? ഇല്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞത് അത് അല്ല, അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം 40% പഞ്ചായത്തുകളിൽ വനിതകൾക്ക് വേണമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് നിർബന്ധമാണ്. ആ പഞ്ചായത്തിൽ വനിതാ സംവരണം കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു വാർഡിൽ വനിത മത്സരിക്കുന്ന വനിത മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ പേരിനൊരു വനിതാ സംവരണം എന്ന് പറഞ്ഞ് മാത്രം പോയാൽ മതിയാവും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% സംവരണമുണ്ട്, വനിതാ സംവരണമുണ്ട്. പക്ഷേ പാർലമെന്റിലേക്ക് വരുമ്പോൾ അത് എത്രത്തോളം, ഇപ്പോൾ 33% ഉള്ളൂ. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയും എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ സമാജ്വാദി പാർട്ടി ആയാലും RJD ആയാലും ഉള്ള പാർട്ടികളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇത് നടപ്പാക്കാൻ ഇതാണോ ഒരു വഴി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ വനിതാ സംവരണത്തെ അല്ല അപകടമായി കാണുന്നത്. ഞാൻ കാണുന്നത് ഈ മണ്ഡല പുനർനിർണയത്തെയാണ്. മണ്ഡല പുനർനിർണയം നടപ്പാക്കുമ്പോൾ നിലവിൽ ലോക്സഭാ സീറ്റുകളുള്ള ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റിൻ്റെ 50% കൂടാൻ പോകുന്നത്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 50% കൂടുമ്പോൾ അത് 30 ആവും. പക്ഷേ ഉത്തർപ്രദേശിൽ 80 എന്ന് പറയുന്നത് 120 സീറ്റായി കൂടുകയാണ്. ബീഹാറിൽ 40 എന്ന് പറയുന്ന സീറ്റ് 60 കൂടുകയാണ്. മധ്യപ്രദേശിൽ 29 43 കൂടും. ഹിമാചൽ പ്രദേശിൽ 4 എന്നത് 6 കൂടുന്നു. അതുപോലെ ഉത്തരാഖണ്ഡിലായാലും ഹരിയാനയിലായാലും ഛത്തീസ്ഗഡിലായാലും രാജസ്ഥാനിൽ 25 സീറ്റ് എന്ന് പറയുന്നത് 38 സീറ്റായി കൂടും. അപ്പോൾ ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന BJPയുടെ ഹാർഡ് കോർ ഹിന്ദി ബെൽറ്റ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ശക്തി കേന്ദ്രത്തിലെ സീറ്റുകളുടെ എണ്ണം 338 കൂടും. അപ്പോൾ 426 എന്ന ഒരുപക്ഷെ 850 സീറ്റ് ആവുകയാണെങ്കിൽ മാജിക് നമ്പറിലേക്ക് എത്താൻ BJPക്ക് വലിയ പ്രയാസമില്ല. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ സീറ്റുകളുടെ എണ്ണം വളരെ ചുരുങ്ങും. മഹാരാഷ്ട്ര കൂടി ചേർത്ത് വെച്ചാൽ പോലും 250 260 സീറ്റേ ആവുന്നുള്ളൂ. അപ്പോഴും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം മഹാരാഷ്ട്ര കൂടി ചേർത്ത് വെച്ചാൽ പോലും. അപ്പോൾ ഈ നിലയിലേക്ക് സീറ്റുകളിൽ വലിയ വ്യത്യാസം വരികയാണ്. അപ്പോൾ ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലെ പാർട്ടികൾക്ക് പറയാം ഞങ്ങളുടെ സംസ്ഥാനത്തെ സീറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ. പക്ഷെ അതിൽ വേറൊരു അപകടം കൂടിയുണ്ട്. മണ്ഡല പുനർനിർണയം വരുമ്പോൾ അത് ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJPക്ക് അനുകൂലമായിട്ടായിരിക്കും മണ്ഡലങ്ങൾ പുനഃസംഘടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ നോക്കിയാൽ ഇത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിയാണ്. ഏറ്റവും അപകടം ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. അതിനൊപ്പം അപകടം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കാണ്. അതിനൊപ്പം അടുത്ത വർഷം നടക്കാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പ്, പഞ്ചാബ് തെരഞ്ഞെടുപ്പ്, ഗുജറാത്ത് തെരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരുപാട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നുണ്ട്. ഇത് ഇവിടെ നിൽക്കുന്നില്ല. ഒരുപക്ഷെ ഈ ബില്ല് ഏതെങ്കിലും വിധേന സർക്കാരിന് പാസ്സാക്കാൻ കഴിയുകയാണെങ്കിൽ 2021 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതി കൂടി ഇതിനൊപ്പം കേന്ദ്ര വലിയ പദ്ധതിയിലേക്കാണ്. RSSന്റെ പദ്ധതിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക്. മടങ്ങിയെത്താം. മധു, കേന്ദ്രതന്ത്രമാണോ? തീർച്ചയായും നമ്മുടെ രാജ്യം മാറാൻ പോകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയുമാണ്. എന്താണ് മണ്ഡല പുനർനിർണയം, എന്താണ് സ്ത്രീ പ്രാതിനിധ്യം? ഈ രണ്ട് വിഷയങ്ങളെ രണ്ടായി കാണേണ്ടതാണ് നിയമനിർമ്മാണം എന്നത് അടിസ്ഥാനപരമായി മാറ്റപ്പെടുന്നു. അതിനു പകരം നേരത്തെ പറഞ്ഞതുപോലെ വാൾത്തലപ്പിൽ ഇത്തിരി മധുരം തേച്ചു വെക്കുന്നത് പോലെ ഈ ഡീലിമിറ്റേഷനെ സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ സ്ത്രീ വിരുദ്ധനായി മാറും,
എന്നുള്ളതാണ്. സ്ത്രീ പ്രാതിനിധ്യത്തെ റദ്ദ് ചെയ്യുന്ന പിന്തിരിപ്പന്മാരായി നിങ്ങൾ മാറുന്നു എന്നാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുന്ന ചൂണ്ട. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമത്തിൽ ഒരു പത്രത്തിൽ സോണിയാഗാന്ധി എഴുതിയത് ഡീലിമിറ്റേഷൻ ഈസ് നോട്ട് ദ ഇഷ്യൂ. അവിടെ മണ്ഡല പുനർനിർണയമല്ല അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ല ഡീലിമിറ്റേഷനാണ് ഇഷ്യൂ. ഡീലിമിറ്റേഷൻ ഈസ് ദ ഇഷ്യൂ, അല്ല വനിതാ സംവരണം എന്നുള്ളതല്ല, ഡീലിമിറ്റേഷനാണ് ഇവിടുത്തെ ഇഷ്യൂ എന്നത് സോണിയാഗാന്ധി ഇവിടെ ഒരു ദേശീയ പത്രത്തിൽ എഴുതിയത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നോക്കൂ, കേരളത്തിലെ 3.7% എന്നതാണ് കേരളത്തിലെ ലോക്സഭാ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അത് 2.6% മാറും പുതിയ ഡീലിമിറ്റേഷനോടുകൂടി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. തമിഴ്നാടിൻ്റെത് 7.2%, അത് 6% മാറും ലോക്സഭാ പ്രാതിനിധ്യം. പക്ഷേ ഈ 50% അധികം എന്നുള്ളത് പ്രാവർത്തികമാക്കുമെന്ന വാക്കാണ് ആര് നൽകുന്നത്? കേന്ദ്ര സർക്കാർ. അതായത് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകൾ എന്നത് 30 സീറ്റുകളായി മാറും. അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ, ഒരു MP 18 ലക്ഷം ആൾക്കാരാണ്. അപ്പം ഇപ്പം 100 കോടി ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 2011 ഇത് നമ്മുടെ സെൻസസ് പ്രകാരം 100 കോടി ആൾക്കാരെ കണക്ക് ചെയ്തിട്ടാണ് ഇപ്പം 543 വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യും? ഇവരെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ഈ സെൻസസ് നടത്താതെ തന്നെ ഒരു 140 150 കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 850 നിശ്ചയിക്കുകയാണ്. നോക്കിപ്പം ലക്നൌവിലൂടെയാണ് ലോക്സഭയിലേക്ക്, ഡൽഹിയിലേക്കുള്ള വഴി എന്നത് BJP നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒന്നാണ്. അത് UP-യിലെ സീറ്റുകൾ 80 സീറ്റുകൾ, 540-ൽ 80 സീറ്റുകൾ എന്നത് നിലവിൽ UP-ക്ക് മാത്രമാണ്. അപ്പോൾ അവിടെ മാത്രം സീറ്റുകൾ തൂത്തുവാരുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ദില്ലിയിലേക്കുള്ള വഴി വെട്ടിത്തുറക്കപ്പെട്ടിരിക്കുന്നു എന്നത് നിലവിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സുനിശ്ചിതമായ ഒരു സമവാക്യമാണ്. അതിന് പുറമെയാണ് നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ അത് ഇരട്ടിയാകുന്ന സമയത്ത് 145 അല്ലേ, അത്രയും സീറ്റുകൾ 120 സീറ്റുകൾ എന്ന നിലയ്ക്കുണ്ടാകുന്നത്. വേറൊരു കാര്യം കൂടിയുള്ളത്, BJP കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്ന സംസ്ഥാനമാണ് UP അല്ല, ഹിന്ദി ബെൽറ്റ്. ഇപ്പോൾ 2014 വിജയിച്ചു, 2019 വിജയിച്ചു, 2024 വിജയിച്ചു. അവിടെ ഇനി 4മതൊന്നുകൂടി വിജയിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ കളി പറ്റില്ല. അപ്പോൾ അതുകൂടിയുണ്ട് ഈ ഒരു കഴിഞ്ഞ തവണ SP-യും കോൺഗ്രസും അടങ്ങുന്ന സഖ്യം വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. മാത്രമല്ല ഉത്തർപ്രദേശിലെ ജനങ്ങളെ വലിയ തോതിൽ അവമതിപ്പിന് തുല്യമായ രീതിയിൽ, അതായത് സംവിധാനം ഉയർത്തിക്കൊണ്ട് അവിടെ ഒരു പ്രചാരണം നടത്തുമ്പോൾ അത് ജാതിയും മതവും അത്തരം സമ്മർദ്ദങ്ങളും അത്തരം താല്പര്യങ്ങളും നിർണയിച്ചു വെച്ചിരിക്കുന്ന ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഫലവത്താകുമെന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഭരണഘടനയ്ക്ക് നേരെ ഒരു ആക്രമണം എന്ന ഒരു പ്രചാരണം നടത്തിയപ്പോൾ അതിനോട് അനുകൂലമായി വോട്ട് ചെയ്ത ഒരു വലിയ ശതമാനം മനുഷ്യർ അവിടെ ഉണ്ടായി. വലിയ തിരിച്ചടി രാഷ്ട്രീയമായി BJP-ക്ക് അവിടെ നേരിടേണ്ടി വന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ജനസംഖ്യാ നിയന്ത്രണം മര്യാദയ്ക്ക് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളാണ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ. കേരളം ഒരു ഉത്തമ ഉദാഹരണമാണത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആ വാല്യൂ കാത്തു സൂക്ഷിച്ചതിന് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളും തമ്മിൽ ചേർക്കേണ്ടതില്ല എന്നതാണ്. രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടത്തണമെങ്കിൽ അത് മണ്ഡല പുനർനിർണയമായി നടത്തണം. രാജ്യത്ത് സ്ത്രീ പ്രാതിനിധ്യം നടപ്പിലാക്കണമെങ്കിൽ അത് പ്രത്യേകമായി നടപ്പിലാക്കണം എന്നതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്ന ഒരു കാര്യം. MK സ്റ്റാലിൻ എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീ കൊണ്ടു കളിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നതാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഫെഡറലിസത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നോക്കൂ, 540 സീറ്റുകൾ 816 മാറും. 273 സീറ്റുകളാണ് വനിതകൾക്കുണ്ടാകുന്നത്. നിലവിൽ എത്ര സീറ്റുകളാണ് ലോക്സഭയിലുള്ളത്? സ്ത്രീകൾക്ക് 74. 540-ൽ 74 സീറ്റുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് കഷ്ടി 14%. കഷ്ടി 14% വനിതാ പ്രാതിനിധ്യം ലോക്സഭയിൽ ഉള്ളിടത്താണ് 33% എന്ന നിലയ്ക്ക് മാറുന്നത്. ഇത് നോക്കൂ, ഇത് നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുന്നത്. അതിന് കാരണം നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തേക്ക് വരും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം എങ്ങനെയാണ്? 1084 സ്ത്രീകളുണ്ട്, 1000 പുരുഷന്മാർക്ക്. അത് ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതയാണ്. ഏറ്റവും കൂടുതൽ ആ അനുപാതം സ്ത്രീകൾക്ക് അനുകൂലമായുള്ളത് കേരളത്തിനാണ്. 1,39,00,000 വനിതാ വോട്ടർമാർ ഇവിടെയുണ്ട്. 3 മുന്നണികൾക്കായി 50-ൽ താഴെ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങിയത്. UDF-ൽ നിന്ന് 12, LDF-ൽ നിന്ന് 18, NDA-യിൽ നിന്ന് 16. എത്രയാണ് ശതമാനം എന്നറിയാമോ? 11%. 11% നിയമസഭയിലേക്ക് ഇത്തവണ പോരിനിറങ്ങിയ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ മാറണമെങ്കിൽ നിയമം മൂലം മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ സ്ത്രീകളുടെ പ്രാതിനിധ്യമൊന്നും ആരും വെള്ളിത്താലത്തിൽ വെച്ച് കൊടുത്തതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50% വേണമെന്ന നിയമം വന്നപ്പോൾ മാത്രമാണ് സ്ത്രീകൾക്ക് ആനുകൂല്യം കിട്ടിത്തുടങ്ങിയത്.
നോക്കൂ, മനുഷ്യൻ അവന് പോകാൻ സാധ്യമായതിൽ ഏറ്റവും വലിയ ദൂരം പിന്നിട്ട് വന്നു ആർട്ടമിസ് 2 അതിൽ 4-1 സ്ത്രീയാണ്. അപ്പോൾ പോലും ഇവിടുത്തെ മനുഷ്യന്മാർക്ക് നേരം വെളുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീ പ്രാതിനിധ്യം നോക്കൂ, ഇപ്പം LDF-ന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ അണിനിരത്താൻ സ്ത്രീ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? ആണോ? UDF 140 മണ്ഡലങ്ങളിൽ അണിനിരത്താൻ 12 സ്ത്രീകളെ സംസ്ഥാനത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. NDA 16 സ്ത്രീകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഇനി അഥവാ ലീഗിന് ചരിത്രപരമായി 2 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടായ വർഷമാണിത്. കൊടുത്ത സീറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് പേരാമ്പ്ര, ഒന്ന് കൂത്തുപറമ്പ്. ഇതിൽ പേരാമ്പ്രയിൽ ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ വലിയ പോരാട്ടം നടത്തുന്നുണ്ട്, ശരിയാണ്. പക്ഷേ വിജയമുറപ്പായ ഒരു സ്ത്രീ ഒരു സീറ്റ് എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് മടിക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഡീലിമിറ്റേഷൻ ഇന്ത്യയിൽ നിർത്തിവെച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പോപ്പുലേഷൻ കൺട്രോൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ആ പോപ്പുലേഷൻ കൺട്രോൾ നടപ്പിലാക്കുന്ന സമയത്ത് ഈ പോപ്പുലേഷനെ അടിസ്ഥാനമാക്കി തന്നെ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുമ്പോൾ അത് മര്യാദയ്ക്ക് നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതിൽ പിന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം അതൊരു 25 വർഷത്തേക്ക് നിർത്തിവെക്കുന്നത്. പിന്നീട് വാജ്പേയിയുടെ കാലത്താണ് ആ 25 വർഷം പൂർത്തിയാകുന്നത്. ആ സമയത്ത് അദ്ദേഹവും ഈ അതിൽ സമവാക്യ ലംഘനം ഉണ്ടാകരുത് എന്ന് കരുതി, അതിലൊരു അനുവാദരഹിതമായ വിവേചനം ഉണ്ടാകരുത് എന്ന് കരുതി വീണ്ടും 25 വർഷത്തേക്ക് അത് മാറ്റിവെക്കുന്നു. പിന്നീട് ഇപ്പോൾ മോദി ഭരണത്തിലിരിക്കുന്ന സമയത്ത് അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. 2023 നാരി ശക്തി വന്ദൻ അധിനിയം പാസ്സാക്കുന്നത്. അപ്പോൾ 2034 മുതൽ അത് നടപ്പിലാക്കാം എന്നാണ് വ്യവസ്ഥയെന്ന് തോന്നുന്നു. അപ്പോൾ വേണമെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ സമയത്ത് ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നതാണ്. നിയമമായിട്ടില്ല എങ്കിലും വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാതിനിധ്യത്തിൽ കുറച്ച് വർധന ഉണ്ടാക്കാമായിരുന്നു. എന്തെങ്കിലും വർധന ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. 2024 20 മണ്ഡലങ്ങളിൽ 3 മുന്നണികൾ 9 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ വനിതകളായി അണിനിരത്തിയിട്ടുള്ളൂ. ഈ ബില്ല് കൊണ്ടുവന്ന ഈ ബില്ലിന് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ച കോൺഗ്രസ് പോലും ഈ 33% സംവരണം, ഇതിന് 20% സംവരണമല്ല 20% പ്രാതിനിധ്യം സ്ത്രീകൾക്ക് നൽകിയിട്ടില്ല. ഈ കഴിഞ്ഞ 2024 20 മണ്ഡലങ്ങളിൽ 3 മുന്നണികൾ അണിനിരത്തിയ സ്ഥാനാർത്ഥികളുടെ എണ്ണം 9 പേരാണ്. 6-1 പോലുമില്ല. അതായത് രാജ്യം നിയമപരമായി തന്നെ സ്ത്രീ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ പോലും നിയമം വന്നില്ലല്ലോ, അതുവരെ ഞങ്ങളാകട്ടെ എന്ന ഒരു മനസ്ഥിതിയാണ് ഇവിടുത്തെ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ അധികാരം കൈയാളുന്നവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വനിതാ സംവരണം പാസ്സാക്കിയതിന് ശേഷം അപ്പം എന്താണ് നിയമം? ആർട്ടിക്കിൾ 82 പറയുന്നത് തന്നെ എന്താണ് മണ്ഡല പുനർനിർണയം? അത് പോപ്പുലേഷൻ അനുസരിച്ച് ഈ രാഷ്ട്രീയ അതിർത്തികളെ മാറ്റി നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മണ്ഡല നിർണ്ണയം നടപ്പിലാക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമാക്കേണ്ടത് സെൻസസ് ആണ്. സെൻസസ് 2011 ശേഷം ഇങ്ങോട്ട് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? 2021 കോവിഡ് കാലമാണ്. അപ്പോൾ കോവിഡ് കാലം എന്നൊരു പരിമിതി മുന്നിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് സെൻസസ് ഇങ്ങോട്ട് നടക്കാതിരുന്നത്. ഇപ്പോൾ സെൻസസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെൻസസ് പ്രഖ്യാപിച്ചിരിക്കുമ്പോഴും ചെയ്യുന്നത് എന്താണ്? 15 വർഷം മുമ്പുള്ള കണക്കെടുത്ത് മണ്ഡല പുനർനിർണയം നടത്തുകയാണ്. നോക്കൂ, നമ്മൾ എന്തിനാണ് സെൻസസ് നടത്തുന്നത്? സെൻസസ് നടത്തുന്നത് നമ്മുടെ ഈ പറയുന്ന ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സുകൾ, നമ്മൾ എവിടെയൊക്കെയാണ് സേവനം നടത്തേണ്ടത്, ആരെയൊക്കെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്, ആർക്കൊക്കെയാണ് കൂടുതൽ ആവശ്യം, വിഭവ വിതരണം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളുടെ കൃത്യമായ കണക്കില്ലാതെ നമ്മൾ എങ്ങനെയാണ് അതൊക്കെ സാധ്യമാക്കുക എന്നൊരു ചോദ്യമുണ്ട്. 2011 നടത്തിയ സെൻസസ് അനുസരിച്ചാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന സെൻസസിനെ കണക്കിലെടുക്കാതെ 2027 ഇത് സാധ്യമാകും. കണക്കിലെടുക്കാതെ ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയം കൃത്യമായിട്ട് ഇപ്പോൾ അസമിലെ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഭൂപടം പരിശോധിക്കുകയാണെങ്കിൽ അതിലെ രാഷ്ട്രീയ താല്പര്യം കൃത്യമായി മനസ്സിലാക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് അത്ര എളുപ്പമായിരിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് 2011 കണക്കുകളെ അനുസരിച്ചുള്ള ഈ മണ്ഡല പുനർനിർണയം എന്നതും ഇന്ത്യ മുന്നണിയുടെ ആരോപണമാണ്. പക്ഷെ അതിന് മറുപടി പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തിന് 2011 കണക്കെടുക്കുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്ത്രീ സംവരണത്തിനെ കുറ്റം പറയുന്നു എന്ന നിലയ്ക്ക് നിഷ്കളങ്കരാകാതെ 2011 കണക്കനുസരിച്ച് എന്തിന് മണ്ഡല പുനർനിർണയം നടത്തണം, അതുകൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന, അതായത് 2011 ശേഷം 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നത്. ആ കണക്കുകൾ അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു സെൻസസ് വന്ന് അതിനനുസരിച്ച് മാറ്റപ്പെടുമ്പോൾ
അത് വീണ്ടും അവർക്ക് അനുകൂലമായി എഴുതാൻ കഴിയുമെന്ന കോൺഫിഡൻസിൽ നിന്നാണ് അതുണ്ടാകുന്നത് എന്നതാണ് പ്രതിപക്ഷ ആരോപണം. അതിന് മറുപടി പറയാതെ സ്ത്രീവിരുദ്ധരാണ് എന്ന ചാപ്പ ഇന്ത്യ മുന്നണിക്ക് മുകളിൽ കെട്ടിവെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭരണഘടനാ ഭേദഗതി എന്ന നിലയ്ക്ക് 2/3 ഭൂരിപക്ഷം വേണമെന്നുള്ളതാണ് നിലവിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഒരേ ഒരു ഘടകം. തന്ത്രമാണോ കേന്ദ്രത്തിന്? വലിയ തന്ത്രമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ 850 സീറ്റിലേക്ക് മണ്ഡല പുനർനിർണയം കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു തന്ത്രമാണ്. അവിടെ 543 വേണമെങ്കിൽ ഇവർക്ക് വനിതാ ബില്ല് നടപ്പിലാക്കാം, വനിതാ സംവരണം നടപ്പിലാക്കാം. പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല. 850 നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 850 ആദ്യം നടപ്പിലാക്കണം, എന്നിട്ട് വേണം അതിനകത്ത് വനിതാ സംവരണം നടപ്പിലാക്കാൻ. അത് തന്നെ ഒരു ഇരട്ടത്താപ്പാണ് എന്നുള്ളത്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ അതിനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വനിതാ സംവരണം നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ 540 നടപ്പിലാക്കൂ എന്നുള്ള കാര്യം വെല്ലുവിളിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 850 എന്ന് പറയുന്നത് അത് 2 ബില്ലും ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് പാർലമെൻറ്റിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ മണ്ഡല പുനർനിർണയവും ഈ പറഞ്ഞ വനിതാ സംവരണവും. അപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, ആ അർത്ഥത്തിൽ അതിനെ ട്രീറ്റ് ചെയ്താൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടാവില്ല. നിങ്ങൾ 540 നടപ്പിലാക്കൂ, ഇന്ത്യയിൽ നിങ്ങൾ 540 നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ BJP കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വനിതാ സംവരണം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നത്തെ കോൺഗ്രസിന് നേരിടാൻ കഴിയത്തില്ല. കാരണം 70 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് 74 MP മാത്രം മതിയോ എന്നുള്ള ചോദ്യത്തിനകത്ത് വലിയ ബുദ്ധിമുട്ട് നേരിടും. അപ്പം അത് അങ്ങനെ BJPക്ക് അങ്ങനെ ഒരു ആംഗിളും ഇല്ല കേട്ടോ. ഈ 540 ആൾക്കാരിൽ 31% അല്ലെങ്കിൽ 40% വനിതകൾ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം BJPക്ക് ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന 16 പേരെ അല്ലല്ലോ മത്സരിപ്പിക്കേണ്ടത്. നമ്മളിപ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഒരു പകച്ചു നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. ആ നിൽപ്പ് എന്ന് പറയുന്നത് അവർക്ക് കാര്യം മനസ്സിലാവാഞ്ഞിട്ടല്ല, ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം, സൗത്ത് ഇന്ത്യയിലെ 4 മുഖ്യമന്ത്രിമാരുടെയും പോസ്റ്റുകൾ ഞാൻ നോക്കി. അതിൽ പ്രധാനപ്പെട്ടത് DMKൻ്റെയാണ്, MK സ്റ്റാലിൻ്റെ, കേരള മുഖ്യമന്ത്രിയുടെ, അതുപോലെ തന്നെ തെലുങ്കാന മുഖ്യമന്ത്രിയുടെ ഒക്കെ നോക്കുന്നുണ്ട്. ഇവർക്ക് ഇതിന് ഒരു യൂണിറ്റി ഇല്ല. 3-4 പേരും 4 സ്റ്റൈലിലുള്ള സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയേണ്ടത് എന്താണ്? ഇന്ത്യയിൽ ഈ പറഞ്ഞ വനിതാ സംവരണം വേണം, എങ്ങനെ 540 നടപ്പിലാക്കണം എന്നാണ് പറയേണ്ടത്. ആ ഒറ്റ ടാഗ്ലൈനെ ശരിക്കും പറയും ഇതിന് ഉണ്ടാവാൻ പാടുള്ളൂ. ആ ഒറ്റ ടാഗ്ലൈനുമായിട്ട് മുന്നോട്ട് പോകണം. 850 ഞങ്ങൾ നടപ്പിലാക്കാൻ എന്ന് പറഞ്ഞാൽ പുതിയ സെൻസസ് വന്നതിന് ശേഷം നടപ്പിലാക്കിയാൽ മതി എന്ന് പറയാൻ പറ്റണം. അതിലാണ് ഈ ഭിന്നിക്കാൻ തോന്നിയത്. ഇപ്പം BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തറിയോ, പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിച്ച് മാറ്റി നിർത്തുക. ഭിന്നിപ്പിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞാൽ ഇപ്പോൾ മായാവതിക്ക് വന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ വനിതാ സംവരണം വേണ്ട എന്ന് പറയാൻ കഴിയത്തില്ല, വേണമെന്നേ പറയാൻ കഴിയുള്ളൂ. സോണിയാഗാന്ധിക്ക് പറയാൻ പറ്റുമോ ഇന്ത്യയിൽ വനിതാ സംവരണം വേണ്ട എന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ വനിതാ സംവരണം കൊണ്ടുവന്നത് എവിടെയാണ്? 540 എന്നുള്ളത് ഇന്ത്യ മുന്നണി പറയണം. ഞങ്ങൾ 543 വനിതാ സംവരണം കൊണ്ടുവന്നത്, അല്ലാതെ 850 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒരു ടാഗ് ലൈൻ എവിടെ വേണം? അതുപോലെ ഒരു ടാഗ് ലൈൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് വേണം. അതെന്താണ് ആ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ? 540 40% നടപ്പിലാക്കണം, 540 30% നടപ്പിലാക്കണം എന്നുള്ള ഒറ്റ ടാഗ് ലൈനിലേക്ക് ഇന്ത്യ മാറുക എന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക, ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കഷ്ടം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, ഈ 6 സംസ്ഥാനം ആര് പിടിക്കുന്നു അവർ ഇന്ത്യ ഭരിക്കും. 6 സംസ്ഥാനം പിടിക്കുന്ന പാർട്ടി ഇന്ത്യ ഭരിക്കും എന്നുള്ളതാണ്. ഒരു ഇക്വാലിറ്റി ഉണ്ടായിരുന്നല്ലോ, ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഇക്വാലിറ്റി ഉണ്ടായിരുന്നല്ലോ, ആ ഇക്വാലിറ്റി നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിനാൽ എല്ലാവർക്കും, അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ അവരുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കണ്ട ഒരു ഇക്വാലിറ്റി, പാർട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ഇക്വാലിറ്റി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടാൻ പോവുകയാണ്. ആ നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന 4, 5, 6 സംസ്ഥാനങ്ങൾ തീരുമാനിക്കും ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ളത്. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? മധ്യപ്രദേശിനും ഉത്തർപ്രദേശിനും ഒക്കെ മാത്രമായി ഇന്ത്യയിലെ മാക്സിമം ഫണ്ടുകൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേരളമോ കർണാടകയോ തമിഴ്നാടോ മിസോറാമോ അല്ലെങ്കിൽ ഗോവയോ ഒന്നും അവരുടെ മുന്നിൽ ഒരു രണ്ടാക്കിട സംസ്ഥാനങ്ങളായി മാറിപ്പോകും എന്നുള്ളതാണ്. അവർ നമ്മൾ 1 രൂപ പോലും ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ശൈലി അതാണ്. സ്റ്റാലിൻ അതിനെക്കുറിച്ചുകൂടെ കുറച്ചും കൂടെ കാര്യമായി പറയുന്നുണ്ട്. BJP തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് എന്നുള്ള നിലയ്ക്കാണ്. അതിനൊരു കാര്യമുണ്ട് കേട്ടോ. അവിടെ ഇലക്ഷൻ നടക്കുകയാണ്. കേരളത്തിലെ പാർട്ടികളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ദയനീയമായിട്ട് തോന്നി. കാരണം നാളെ ഈ പാർലമെൻറ്റിൽ ഈ ബില്ല് കൊണ്ടുവരുന്ന സമയത്തുണ്ടല്ലോ, ശക്തമായ ഒരു പ്രതിഷേധവും കേരളത്തിൽ നിന്നില്ല. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കണ്ടോ?
ഒരു രാജ്യം കണ്ട ഏറ്റവും വലിയ ബില്ലുമായി മുന്നോട്ട് പോവുകയാണ്. മനസ്സിലായോ? 540 നിന്ന് 850 പാർലമെൻറ്റുകൾ മാറുകയാണ്. അപ്പോൾ പാർലമെൻറ്റ് സീറ്റുകൾ മാറുകയാണ്. അപ്പോൾ 850 പോകുമ്പോൾ പിന്നെ ഒരിക്കലും ഇന്ത്യ മുന്നണിക്കോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്കോ ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യമില്ല. അപ്പോൾ ഇത് പാർലമെൻറ്റിൽ പാസ്സായില്ല എന്നുള്ളതല്ല. ഇതെന്താണ്? ഇതൊരു തുറുപ്പ് ചീട്ടാണ്. ഈ തുറുപ്പ് ചീട്ട് വിജയിക്കാൻ കഴിഞ്ഞാലുണ്ടല്ലോ, ആ തുറുപ്പ് ചീട്ട് BJP എന്ന് പറയുന്ന പാർട്ടിയിൽ അങ്ങനെ ഇവർക്ക് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. അവരെല്ലാ മാർഗ്ഗങ്ങളും നോക്കും. ഒരു ബില്ല് അമിത്ഷായും പിന്നെ നരേന്ദ്രമോദിയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ ബില്ല് ഇല്ലാതാകുമെന്ന് വിചാരിക്കുന്നത് ഒന്നും കാണാതെ ആയിരിക്കും അവർ കൊണ്ടുവരിക എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നു. ആരെ കൊണ്ടാണ് അതിൻ്റെ അധ്യക്ഷനാക്കിയത്? ഇന്ത്യയുടെ പ്രസിഡന്റിനെ പിടിച്ച് അതിൻ്റെ അധ്യക്ഷനാക്കി. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ത്യയുടെ പ്രസിഡന്റ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹമാണ് ആ സമിതിയുടെ അധ്യക്ഷൻ. അദ്ദേഹം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? അപ്പോൾ അത് ഗുലാം നബി ആസാദാന്ന് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ആ പാർട്ടിക്കുള്ളത് അല്ലേ? അപ്പം അതെ, അപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല. അപ്പം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സോറി അപ്പോൾ പ്രസിഡന്റ് ശരി രാംനാഥ് കോവിന്ദിൻ്റെ സോറി മാറിപ്പോയത്. അപ്പം രാംനാഥ് കോവിന്ദിനെ അതിൻ്റെ ആ സമിതിയുടെ അധ്യക്ഷനാക്കി വെക്കുകയാണ്. അപ്പം ഇത് എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ എങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തമായി ഇതിനെ അവലോകിക്കേണ്ടതാണ്. അതിൽ കോൺഗ്രസും ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടികളുടെ കാര്യം പറയാം. അപ്പം ഇതിനെ എങ്ങനെ യോഗം ചേർന്ന് എങ്ങനെ പ്രതിഷേധിക്കാം എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് ഈ മിഡ് എഡിറ്റേഴ്സ് കയറുന്നതിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ നാഷണൽ പത്രങ്ങളുടെയും നാഷണൽ പിന്നെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളുടെയും ഒക്കെ ആർട്ടിക്കിൾ വായിച്ചു നോക്കുന്ന സമയത്ത് എല്ലാം ഫോക്കസ് ചെയ്യപ്പെടുന്നത് വനിതയിലേക്കാണ്. എല്ലാ വാർത്തയും ഫോക്കസ് ചെയ്യപ്പെടുന്നത് വനിതാ സംവരണ ബില്ല് അല്ല എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെ മുഴുവൻ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. 80% 90% വരുന്ന പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ ഇന്ത്യയിൽ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കാൻ പോകുന്നു. ഇതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയൊരു വിപ്ലവകരമായ തീരുമാനം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്കാണ് എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ പ്രസൻറ്റ് ചെയ്യുന്നതല്ല സത്യാവസ്ഥ എന്നുള്ളതും ഇവിടെ മണ്ഡലം പുനർനിർണ്ണയം വരികയാണ്. മണ്ഡലം പുനർനിർണ്ണയത്തോടുകൂടി ഇന്ത്യയെ ഏകാധിപത്യ രാജ്യത്തേക്ക് മാറ്റാൻ പോവുകയാണ് എന്നുള്ള ശൈലിയിലേക്ക് ഈ പാർട്ടികൾക്ക് സംസാരിക്കാൻ കഴിയണം. അതിനെതിരെ ശക്തമായി പറയാൻ കഴിയണം. ആ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടികൾക്ക് കഴിഞ്ഞില്ലുണ്ടല്ലോ. ഇവർക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ BJPക്ക് ചെയ്യാമല്ലോ. BJPക്ക് ഇതൊന്നും നടപ്പിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഇവർ ഭരിക്കുന്ന 3 സംസ്ഥാനം വെച്ച് ബാക്കി സംസ്ഥാനങ്ങൾ മുഴുവനില്ലേ, അവിടെ മുഴുവൻ ഇവർക്ക് നിയമസഭയിലേക്ക് ഈ പറയുന്ന 40% നടപ്പിലാക്കിക്കൂടെ? ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൂടെ? വേണ്ട 27 വേണ്ട, ഒരെണ്ണത്തിൽ നടപ്പിലാക്കിക്കൂടെ? അപ്പം ഇനി സെൻസസ് വന്നാൽ അവർക്ക് പേടിക്കാനില്ല. അതും ഒരു മണ്ടത്തരം തീരുമാനമാണെന്ന് എൻ്റെ അഭിപ്രായം. 21 സെൻസസ് വെച്ചിട്ട് നിങ്ങൾ ഇത് നിർണ്ണയിക്കരുതല്ല. 2011 16 ഗുജറാത്തിലും പിന്നെ MP-യിലും മധ്യപ്രദേശിലും UP-യിലൊന്നും ഉത്തർപ്രദേശിലൊന്നും ജനസംഖ്യ കുറയാൻ പോകുന്നില്ല. അതിനേക്കാൾ കൂടാനേ സാധ്യതയുള്ളൂ. അവർക്കത് കൂടുതൽ അഡ്വാൻറ്റേജ് ആവും എന്നുള്ളതാണ്. അതൊരു മണ്ടൻ തീരുമാനമാണ്. നമുക്ക് പറയുമ്പം ഇത് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറയാം. അതൊരു മണ്ടൻ തീരുമാനമാണ്. പക്ഷേ ഈ കാര്യത്തിൻ്റെ അകത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം ഇപ്പോൾ 543 സീറ്റുകളിൽ വനിതാ സംവരണം നടപ്പിലാക്കാൻ വേണ്ടി അത് മാറ്റോ? ഈ ഡെമോഗ്രഫി തന്നെ ചിലപ്പോൾ മാറ്റും. കേരളത്തിലേക്ക് 20 സീറ്റ് 30 സീറ്റായി മാറുമ്പോൾ വേണമെങ്കിൽ അവിടുത്തെ വിജയത്തിന്റെ ഒരു ഡെമോഗ്രാഫി നോക്കി വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ മാത്രമേ ഉറപ്പ് നൽകിയിട്ടുള്ളൂ എന്നത് പ്രധാനമാണ്. നടപ്പിലാകുമ്പോൾ ആ നിലയ്ക്ക് വരണമെന്നില്ല. നമ്മളിപ്പം പറയുമല്ലോ, ഈ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെ നിങ്ങൾ പിന്നെ ഇന്ത്യ വിഭജനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ ഇത് വേറെയായി ഒറ്റക്കെട്ടായി നിൽക്കും, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള ഇതിൻ്റെയൊക്കെ സാഹചര്യങ്ങളിലേക്ക് വരും. കാരണം എന്തുകൊണ്ടാണ്? അവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് വരാതാവും, ഈ സംവിധാനങ്ങളിലേക്ക് വരാതാവും. കാരണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു സംസ്ഥാനത്ത്. ഇപ്പം നമ്മൾ ബീഹാറിലൊക്കെ ഉണ്ട്, ഇലക്ഷന് തൊട്ട് മുമ്പ് 16,000 കോടിയാണ് ഇപ്പോൾ തന്നെയാണ് അവസ്ഥ. 16,000 കോടിയാണ് കൊടുക്കുന്നത്. 16,000 കോടിയാണ് കൊടുക്കുന്നത്. അവിടെ നിതീഷ് കുമാർ ഇല്ല, അവിടെ BJP മുഖ്യമന്ത്രി വന്നു. ആദ്യമായിട്ട് BJP മുഖ്യമന്ത്രി വന്നിരുന്നു. നിതീഷിന്റെ മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഇല്ല. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഈ ഏത് രാഷ്ട്രീയവുമായി സഖ്യം ചേരുന്നോ അവരെ എന്നതാണ് ചെയ്യുക. അതെ. ഇതിനെ ശക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ഇങ്ങനെ കാണരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് നടപ്പിലാകില്ലയോ എന്നുള്ളതായി കാണരുത്. ഇതൊരു സൂചനയാണ്. ശക്തമായി എതിർക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അതായത് ഇപ്പം തൃണമൂൽ നോക്കൂ, ദീദിയുടെ വോട്ട് ബാങ്ക് എവിടെയാ കിടക്കുന്നത്? അവരുടെ ശക്തി എവിടെയാ? ആ നാട്ടിലെ സ്ത്രീകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും
അവരെ പ്രതിരോധത്തിലാക്കും. വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് ഈ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന് സർക്കാരിനെ സഹായിക്കാനുള്ള തീരുമാനമെടുക്കാം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ BJPക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നു മമതാ ബാനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബന്ധമൊക്കെ ഇവർ തമ്മിലുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ സഹായിക്കാം. ബന്ധമെല്ലാം നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സ്വന്തം നിലനിൽപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ബന്ധം. അതുപോലെ ശിവസേന, അതുപോലെ ചെറിയ പാർട്ടികൾ, 1-2 സീറ്റുകളുള്ള ചെറിയ പാർട്ടികൾ, അങ്ങനെ ഒരു 20-25 സീറ്റുണ്ട് NDA പക്ഷത്ത്. അപ്പൊ ആ ഇന്ത്യ പക്ഷത്ത്, അപ്പോൾ അവരെ വേണമെങ്കിലും അടർത്തിയെടുക്കാം. പക്ഷെ എന്നാൽ പോലും മമതയ്ക്കെതിരെ ബംഗാളിലെ സ്ത്രീകളെ അണിനിരത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഈ സ്ത്രീ സംവരണത്തിനെതിരെയാണ് മമത സംസാരിക്കുന്നത്. ശരി, അത് ആ രീതിയിൽ തന്നെയാണ്. അത് എങ്ങനെയാണ് പ്രതിപക്ഷം അത് കൃത്യമായി ഈ ജനങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചെത്താൻ കേന്ദ്ര തന്ത്രം തന്നെയാണ് ഇത്. മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നതുപോലുള്ള ഒരു തന്ത്രമാണ് അത്. ഉറപ്പായിട്ടത് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മുസ്ലിം സ്ത്രീകളൊക്കെ പരസ്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെ, BJP സർക്കാരിനെ വല്ലാതെ പുകഴ്ത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? മറ്റ് വിവാഹമോചനങ്ങളില്ലാത്ത തരത്തിൽ ഈ റൂൾ എങ്ങനെയാണ് കൊണ്ടുവന്നത് നമുക്കറിയാം. അപ്പോൾ അതങ്ങനെ കൊണ്ടുവന്ന തന്ത്രമാണ്. ഇതേപോലെ തന്നെ ഈ വനിതാ സംവരണത്തിൻ്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ ഈ വനിതാ സംവരണം എന്ന ആവശ്യം ഉയർന്നിട്ട് എത്ര കാലമായി എന്ന് ആലോചിക്കൂ. 96-ലാണ് അന്ന് ദേവഗൌഡ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ആ ബില്ല് അവിടെ എത്തുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് 98, 99, 2002, 2003 UPA ഭരിക്കുന്ന കാലത്ത് സോണിയാഗാന്ധി പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ്. രാജ്യസഭയിൽ വരെ പാസ്സായി ഒന്ന് ആകും എന്നുള്ള ഒരു പ്രതീക്ഷ വന്ന സമയത്ത് ലോക്സഭയിൽ എത്തിയപ്പോഴേക്കും RJDയും സമാജ്വാദി പാർട്ടിയും അതിനെ എതിർത്തു. അതിനുശേഷം അതവിടെ മാറി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വനിതാ സംവരണത്തോട് കൃത്യമായ വനിതാ സംവരണം വേണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ താല്പര്യമുണ്ടോ? ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് അത് നടപ്പാക്കിയ കാലത്ത് തന്നെ നമ്മൾ നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നത്? പിൻസീറ്റ് ഡ്രൈവിംഗ് ഓർമ്മയില്ലേ? പിൻസീറ്റ് ഡ്രൈവിംഗ് എന്നാണ് പറഞ്ഞത്. അതായത് ഭർത്താക്കന്മാർ പിന്നിൽ നിന്ന് നിയന്ത്രിക്കും, ഭാര്യമാരെ കൊണ്ടുവരും. ഇതാണ് തുടക്കകാലത്ത് പറഞ്ഞത്. ശരിയാണ്, തുടക്കകാലത്ത് ഒരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ത്രീകളാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് അവർ എത്രത്തോളം മിടുക്കികളായി, എത്രത്തോളം ഈ പഞ്ചായത്ത് ഭരണത്തിൽ അവരുടെ കഴിവ് തെളിയിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആദ്യം അവസരം കിട്ടിയാലാണല്ലോ പിന്നെ തെളിയിക്കാനുള്ള സാഹചര്യം വരിക. അത് അവിടെ ഒരു വിഷയമായി നിൽക്കുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അതാണോ വിഷയം? വനിതാ സംവരണമാണോ വിഷയം? അതിലൂടെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന 543 എന്ന കണക്കിൽ തന്നെ ഈ 33% സംവരണം നടപ്പാക്കാമായിരുന്നു. പക്ഷെ ആകെ എണ്ണം അങ്ങ് കൂട്ടിയ ശേഷം അതിലേക്ക് സ്ത്രീകളെ കയറ്റാമെന്ന് പറയുമ്പോൾ അത് സംവരണമാണോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാക്കളാണ് കേട്ടോ ഇതിൽ കള്ളത്തരം ആദ്യം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചത്. ആദ്യം സോണിയാഗാന്ധിയുടെ ലേഖനം വരുന്നു, ഇന്നിപ്പോൾ CPയുടെ ആനി രാജയുടെ ലേഖനമുണ്ട്. ഇത് വനിതാ സംവരണമല്ല യഥാർത്ഥ ലക്ഷ്യമെന്നുള്ള ദുരുദ്ദേശം എന്താണെന്നുള്ള കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഫെഡറൽ സംവിധാനങ്ങളെ എല്ലാം തകർത്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ഏത് തരത്തിലുള്ള ചിറ്റമ്മ നയമാണ് എടുക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ തമിഴ്നാടായാലും കേരളമായാലും എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടാനുള്ള വിഹിതവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതാണ്. ആ ഫൈറ്റ് അതിലേക്കപ്പുറം ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമാക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് എന്ന് സ്റ്റാലിൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്നാണല്ലോ കൂടുതൽ അംഗങ്ങൾ. യഥാർത്ഥ ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറയുന്നത് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ അംഗങ്ങളുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നായാലും തമിഴ്നാട്ടിലായാലും കൂടുതൽ അംഗങ്ങളുണ്ട്. പ്രതിപക്ഷ സ്വരമായി ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നതും അവരാണ്. ആ പ്രതികരണം അങ്ങോട്ട് ഇല്ലാതാക്കുകയും അപ്പുറത്തെ UP അടക്കം ഈ പറയുന്ന ഹിന്ദി ബെൽറ്റിൽ BJPക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതുള്ള ദുരുദ്ദേശം തന്നെയാണ്. എല്ലാ തരത്തിലും ഈ മണ്ഡല പുനർനിർണയം ത്തിൽ കൂടെ അല്ലാതെ ഇത് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക തരം വിഭജനം സംഭവിക്കുകയാണ്. ആ വിഭജനം വല്ലാത്ത രീതിയിൽ തന്നെ ഈ രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ മാറ്റും എന്നുള്ളതാണ്. ആ വിഭജനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ മേൽക്കോയ്മ ഉണ്ടാക്കുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മേൽക്കോയ്മ ഉണ്ടാക്കുകയും അപ്പുറത്ത് തീരെ താഴേക്ക് പോകുന്ന രൂപത്തിൽ വരികയും ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അംഗബലം കുറയ്ക്കുക, ഒരു കുടുംബത്തിൽ 2 കുട്ടികൾ എന്നുള്ള രീതിയിൽ അത് നടപ്പാക്കണമെന്ന് നമുക്ക് സർക്കാരിൻ്റെ പരസ്യങ്ങൾ എല്ലായിടത്തും കാണുമ്പോൾ അത് കൃത്യമായി നടപ്പാക്കിയത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണ്. അത് നടപ്പാക്കി നല്ല രീതിയിൽ കേന്ദ്രം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകുകയും അത് ഒരു തരത്തിലും നടപ്പാക്കാത്ത സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാകുകയും ചെയ്യുന്നത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതാണ് ഒരു വല്ലാത്ത ഒരു കാര്യമായി വരുന്നത്. സഭയുടെ വലിപ്പം 880 ആകുമ്പോൾ നിലവിലെ വിഹിതം അനുസരിച്ച് കേരളത്തിന് 31 സീറ്റുകൾ ലഭിക്കേണ്ടതാണ്. എന്നാൽ 2011 സെൻസസ് പ്രകാരം അതാകുമ്പോൾ വെറും 23 സീറ്റ് മാത്രം ലഭിക്കുന്നു എന്നുള്ളതാണ്. തമിഴ്നാടിനാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുക. അവിടെ 11 സീറ്റുകൾ കുറയുന്നതോടെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ശബ്ദം ഗണ്യമായി കുറയുമെന്നുള്ളതാണ്. ആന്ധ്ര, തെലങ്കാന, കർണാടക എല്ലാ സംസ്ഥാനങ്ങൾക്കും 5, 3, 2 എന്നിങ്ങനെ യഥാക്രമം സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്.
ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ എണ്ണം കൂടുമെന്ന് എന്നുള്ളതും. എന്തുകൊണ്ടാണ് ഈ തിടുക്കം? 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പാക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് തിടുക്കം? ഏത് സമയത്താണ് നടപ്പാക്കുന്നതും പ്രധാനമാണ്. ഇവിടെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും നടക്കാനിരിക്കെ ഈ സമയത്ത് MP-മാർ പാർലമെന്റിലേക്ക് വരണമെന്ന് പറയുമ്പോൾ പ്രചാരണത്തിലാണ് എല്ലായിടത്തും നേതാക്കൾ. ആ പ്രചാരണത്തിലുള്ള നേതാക്കൾ പെട്ടെന്ന് പാർലമെന്റിലേക്ക് വരണം എന്ന രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത് എന്ത് തരം തന്ത്രമാണെന്നുള്ളതാണ്. ഇത് ഏകപക്ഷീയമായി പല കാര്യങ്ങളും പാർലമെന്റിൽ BJP സർക്കാർ അവതരിപ്പിക്കുന്ന പോലെ ഏകപക്ഷീയമായി നടപ്പാക്കാനുള്ള ഉദ്ദേശമാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം ചേർന്നിട്ടുണ്ട്. ഇന്ത്യ മുന്നണി കുറേ കാലത്തിന് ശേഷം ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ യോഗത്തിൽ. ഇതിൽ കൃത്യമായി ആ ദുരുദ്ദേശം ബോധ്യമായിരിക്കുന്നു. വനിതാ സംവരണമാണെങ്കിൽ വനിതാ സംവരണം നിങ്ങൾ വേറെ നടപ്പാക്കൂ, അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കാം എന്ന രൂപത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നുണ്ട്. അങ്ങനെ നടപ്പാക്കുമോ എന്നുള്ളത്, അങ്ങനെ നടപ്പാക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിന്തുണയ്ക്കും. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഒന്ന് പ്രസംഗിച്ചറിയാമല്ലോ ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നുള്ളത്. അത് വളരെ ആത്മാർത്ഥമായി തന്നെയാണ് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതാക്കൾ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പോലുള്ള നേതാക്കൾ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധി അതിന് തുടക്കം മുതൽ നിന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ എത്രത്തോളം സംസ്ഥാനത്തെ നേതാക്കൾ അത് ഏറ്റെടുക്കുന്നു, അത് CPM ആയാലും അതെ, കോൺഗ്രസ് ആയാലും അതെ, ഇവിടെ വനിതകൾക്ക് പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ അതിനകത്ത് തന്നെ വനിതാ നേതാക്കൾ എത്രത്തോളം അതിനകത്ത് ശബ്ദിച്ചിട്ടാണ്, എത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടാണ് അവർക്കൊരു അവസരം ലഭിക്കുന്നത് എന്നുള്ളതാണ്. എത്ര തുച്ഛമാണ്. അക്കാര്യത്തിൽ BJP സമ്മതിക്കണം കേട്ടോ. BJP ഇപ്പോൾ ഈ 33% ഒന്നും നടപ്പാക്കിയില്ല എങ്കിൽ കൂടി കേന്ദ്രമന്ത്രിമാർ എന്ന നിലയ്ക്ക് വനിതകൾക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകുന്ന ഒരു പ്രവണത എന്തായാലും BJP ചെയ്തിട്ട് അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ BJPയെ ശ്ലാഘിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് അതിൽ മാത്രം അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ബിൽ പാസ്സാകുമോ എന്നുള്ളത്, ബിൽ പാസ്സാക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. ഇത് കേവല ഭൂരിപക്ഷത്തിന് പുറമെ വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷം വേണം. അതുകൂടാതെ പകുതി സംസ്ഥാനങ്ങളുടെ പിന്തുണ കൂടി വേണം. ആ രൂപത്തിൽ അത് നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ട് അതായത് ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെയൊക്കെ എതിർക്കുകയാണ്, വനിതാ സംവരണത്തിനെ എതിർക്കുകയാണെന്ന രൂപത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാനും അത് പറഞ്ഞ് പരത്താനും സാധിക്കും എന്നല്ലാതെ വേറെ തരത്തിലും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലങ്ങൾ അത് നടപ്പായിട്ടില്ല. ഈ വിധത്തിൽ എന്തായാലും നടപ്പാകണ്ട എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിൽ. വ്യത്യസ്ത സ്വരങ്ങൾ ഏതായാലും നിലവിലില്ല. ഇന്നത്തെ യോഗത്തിലും ആ ഉറച്ച തീരുമാനം ഉണ്ടാകുന്നു. നാളെ രാവിലെയും യോഗം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇപ്പം മമതയായാലും മമതയ്ക്ക് കൃത്യമായിട്ടും മമത ബാനർജിക്ക് തൃണമൂലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പശ്ചിമ ബംഗാളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ അവരുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതുമാത്രം കേന്ദ്രീകരിക്കുന്നു എന്നുള്ള വിമർശനം ഇന്ത്യ മുന്നണിക്കകത്തുനിന്ന് വരാമെങ്കിലും ഇത് നടപ്പാക്കുന്ന സമയം അത് അവിടുത്തെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൂടിയാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതെല്ലാം കൃത്യമായി മമത മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയാകുമ്പോൾ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി കാലങ്ങൾക്ക് ശേഷം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കും. ആ എതിർപ്പ് വിജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. അത്ര പെട്ടെന്ന് ഇത് പാസ്സാക്കാൻ എളുപ്പമല്ല. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് അതായത് കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു പ്രിയങ്ക ചതുർവേദി. പ്രിയങ്ക ചതുർവേദിയെ അവഗണിച്ച് പ്രിയങ്ക ചതുർവേദി കോൺഗ്രസ് വിട്ട് നേരെ ശിവസേനയിൽ പോയി രാജ്യസഭാ അംഗമാണ്. ഇപ്പോൾ പ്രതിപക്ഷത്താണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു നേതാവാണ് വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു സുസ്മിത ദേവ്. അവരെയും ഇതുപോലെ അവഗണിച്ച് വിട്ട് അവസാനം അവർ തൃണമൂൽ കോൺഗ്രസിൽ പോയി അസമിൽ നിന്നുള്ള MP-യാണ്. ആ നിലയിൽ ഒരുപാട് വനിതാ നേതാക്കൾ ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധി മത്സരിച്ച് ജയിക്കുന്നത് സംവരണ സീറ്റിൽ നിന്ന് അല്ലല്ലോ. അപ്പം അങ്ങനെ ആ നിലയ്ക്ക് സ്വപ്നം കണ്ട ഒരു പ്രസ്ഥാനത്തിൽ എത്ര ആളുകൾക്ക് അതിന്റെ പരിഗണന കിട്ടുന്നുണ്ട്. ഇപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നൊരു സ്ത്രീ മുഖ്യമന്ത്രി എന്നൊരു സ്വപ്നം കാണുന്നുണ്ട്. അത് ആത്മാർത്ഥമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതാണ് കടുത്ത തരംഗത്തിലും തോറ്റുപോയ 2 നേതാക്കൾ ആരാ സ്മൃതി മാഡം? ഒന്ന് രമ്യ ഹരിദാസും ഒന്ന് ഷാനിമോൾ ഉസ്മാനുമാണ്. കേരളത്തിൽ നിന്ന് ഒരു വനിതാ MP ആരാ? പ്രിയങ്ക ഗാന്ധി മലയാളിയല്ല. ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് മത്സരിച്ച ഈ 95 സീറ്റിലെ കേരളത്തിലെ 95 സീറ്റിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് രാഹുൽ ഗാന്ധി കൂടി ചേർന്നിട്ടാണല്ലോ. ഇത്ര എതിരഭിപ്രായം ഉണ്ടെന്ന് അറിയോ? ഈ വനിതാ ബില്ലിന് വേണ്ടി ഏറ്റവും കൂടുതൽ അതിനോട് പണിയെടുത്തതും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചതും കോൺഗ്രസ് ആണ്. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസ് ആണ്. നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസ് ആണ്. നമ്മൾ ഈ പ്രവൃത്തിയും വാക്കും തമ്മിൽ രണ്ടും രണ്ടാണ് എന്ന് പറയുന്നത്. ഞാനിപ്പം ശ്രദ്ധിക്കുകയായിരുന്നു. എന്താ അറിയോ, പുതിയ പാർലമെന്റ് ബിൽഡിംഗ് പണിതല്ലോ. അതിൻ്റെ അകത്ത് എത്ര സീറ്റാണ് BJP ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? 900-ലധികം സീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവരുടെ മുന്നിൽ വലിയ പ്ലാനാണ് ഇത് 900-ലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയാണ് അവരുടേത്. കാരണം 540 പാർലമെൻറ്റ് അംഗങ്ങളുള്ള സ്ഥലത്ത് 540 സീറ്റുള്ള പാർലമെൻറ്റ് ബിൽഡിംഗ് മതി.
പക്ഷേ നമുക്ക് എന്താണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ- അവർ ആ കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പം അതിനെ നമ്മൾ ചെറുതായിട്ട് കാണണ്ട, അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. തീർച്ചയായും 25 വർഷത്തിനപ്പുറമുള്ള ഇന്ത്യയെക്കുറിച്ചാണ് ഇന്ന് BJP ചിന്തിച്ചു തുടങ്ങുന്നത്. ഇന്ത്യയെക്കുറിച്ചല്ല, ഇന്ത്യയിൽ BJPയുടെ റോൾ എന്തായിരിക്കണം എന്നതിനെ BJP ഓരോ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓരോ തരത്തിലും നമ്മൾ ഈ പറയുന്ന വനിതകൾ മുന്നോട്ട് വരുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് 50% വനിതകൾ രാഷ്ട്രീയ നേതൃത്വം കൈയാളുന്ന വനിതകളെ കുറിച്ച് സ്വപ്നം കണ്ടാൽ പോരാ, അതിന് അവർക്ക് അവസരമൊരുക്കുന്ന തരത്തിലുള്ള വിജയമുറപ്പുള്ള സീറ്റ് നിർണയത്തിന് അധികാരമുള്ള നേതാക്കൾ ഇടപെട്ട് നടത്തുകയും വേണം. അല്ല, ഞാൻ പറഞ്ഞ ആൻഡ്രൂ സാർ പറഞ്ഞതുപോലെ തന്നെ ഈ വനിതാ സംവരണത്തിന് വേണ്ടി ഇത്രയും വാദിച്ച കോൺഗ്രസ് ഒരിക്കൽ പോലും അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സ്വപ്നം കണ്ടാൽ പോരല്ലോ, എഴുന്നേറ്റ് നടക്കുമ്പോൾ അതിനനുസരിച്ച് നടക്കണ്ടേ. അല്ലെ, വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ അറിയോ, നമ്മുടെ ഈ കഫേ കോഫി ഡേയുടെ ഓണർ ആത്മഹത്യ ചെയ്തല്ലോ. ആത്മഹത്യ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു വലിയ അവരൊരൊറ്റ സ്ത്രീ തന്നെയാണ്. ഭാര്യയെ അത് ഏറ്റെടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതും പ്രോഫിറ്റിൽ ഓടുന്ന കമ്പനിയിലൊന്ന് കഫേ കോഫി ഡേ ആണ്. തമ്മിൽ ഈ വ്യത്യാസം, ഈ സ്ത്രീകളെ നമ്മൾ അയ്യോ ഇവർക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല. ഇന്ത്യയുടെ നമ്മുടെ ധനമന്ത്രി ഇപ്പോൾ ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആരാ? നിർമ്മല. ഞാൻ പറയുന്നത് ബഡ്ജറ്റിൽ എങ്ങനെയാണെന്നുള്ളതിനേക്കാൾ അപ്പുറം എത്ര വൃത്തിയായി നീറ്റായി ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ കാര്യത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇലക്ഷൻ ക്യാമ്പയിൻ ഓളെ പറഞ്ഞു വിട്ടിട്ട് എന്താ ചെയ്തത്, ഇനി പോട്ടെ എന്നായിരുന്നു. ഇപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേരളത്തിൽ തർജ്ജമ ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ തർജ്ജമ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ മറ്റേ ജ്യോതി തർജ്ജമ ചെയ്യുന്ന ആൾക്കാർ കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. ഉറപ്പായിട്ടും. കേന്ദ്രതന്ത്രമോ എന്ന ചോദ്യമായിരുന്നു. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്. Meet the editors.